തബ്ലീഗുകാരെ ചതിച്ചതാണ്, അവരെ മോശപ്പെടുത്തി കാണിക്കാൻ ചിലർ ശ്രമിച്ചതാണ്. തെളിവുകളുണ്ട് ഞങ്ങളുടെ പക്കൽ. ആവശ്യപ്പെടുന്നവർ ഇത് കേട്ടുകൊള്ളുക. ഉത്തരാഖണ്ഡിലെ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ഹരിദ്വാരിൽ 1800 തീർത്ഥാടകർ കുടുങ്ങിക്കിടന്നു. മാർച്ച് 28-ന് അവർ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടു. ഗുജറാത്ത് മുഖ്യമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, നിരവധി കേന്ദ്രമന്ത്രിമാർ ആ വിഷയത്തിൽ ഇടപെട്ടു. എപ്പോഴാണ് ആ 1800 തീർത്ഥാടകർ ഗുജറാത്ത് മുഖ്യമന്ത്രിയെയും BJP നേതാക്കളുമായും ബന്ധപ്പെട്ടത്? മാർച്ച് 28-ന്. അന്ന് രാത്രി തന്നെ ഉത്തരാഖണ്ഡിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുകൾ അവർക്കായി തയ്യാറായി നിന്നു. ആ 1800 പേരെയും മാർച്ച് 28-ന് രാത്രി ഉത്തരാഖണ്ഡിലെ ഗതാഗത മന്ത്രി പോലും അറിയാതെ ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്ക് അവരെ സുരക്ഷിതമായി എത്തിച്ചു. ഒരു ഈച്ച പോലും അറിഞ്ഞില്ല. കൃത്യമായി നിങ്ങൾ തീയതി മനസ്സിലാക്കണം. മാർച്ച് 28-നാണ് അമിത്ഷായും ഗുജറാത്ത് മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ഇടപെട്ട് 1800 തീർത്ഥാടകരെ, അതായത് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാൻ പോയവരെ അഹമ്മദാബാദിലേക്ക് തിരിച്ചെത്തിച്ചത്. അതായത് നരേന്ദ്രമോദി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ തീർത്ഥാടകരെ ഗുജറാത്ത് മുഖ്യമന്ത്രിയും അമിത്ഷായും ഇടപെട്ട് ഒരു ഈച്ച പോലും അറിയാതെ അഹമ്മദാബാദിലേക്ക് എത്തിച്ചത്. കാരണം അവർക്ക് ആവശ്യമുള്ള ആളുകളായതുകൊണ്ട്. മറിച്ച് മറ്റൊരു കൂട്ടർക്ക് ഈ രീതി ലഭിക്കുകയില്ല. ആ കൂട്ടരെ പരിചയപ്പെടുത്താം. അതിലെടുത്തു പറയേണ്ടത് തബ്ലീഗുകാരെയാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് നമ്മുടെയൊക്കെ പല സംസ്ഥാനങ്ങളിലായി, ഉത്തരേന്ത്യ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാവങ്ങളായിട്ടുള്ള തൊഴിൽ തേടി വന്ന ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളെന്ന് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും വിശേഷിപ്പിക്കപ്പെടുന്ന ഒരുപാട് പേർ ഒരുപാടിടത്ത് കുടുങ്ങിക്കിടന്നിട്ടുണ്ട്. അവരെത്തിക്കാൻ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുകളും എത്തിയിട്ടില്ല. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ആഭ്യന്തരമന്ത്രിയും ഒരു മുഖ്യമന്ത്രിയും ഇടപെടൽ നടത്തിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ 200, 300, 500 കിലോമീറ്റർ ആ പാവങ്ങൾ നടന്നിട്ട് പോയത്. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തത് കൊണ്ട്. ആ വിഷയം അവിടെ നിൽക്കട്ടെ. തബ്ലീഗ് വിഷയത്തിലേക്ക് വരാം. 28-നാണ് 1800 തീർത്ഥാടകർ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയെയും BJP നേതാക്കളെയും അമിത്ഷായെയും ബന്ധപ്പെട്ടതെങ്കിൽ 25-നാണോ തബ്ലീഗുകാർ രേഖാമൂലം, അതിനു മുൻപ് ഫോൺ വിളിയിലൂടെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും രേഖാമൂലം പോലീസുകാരുമായി ബന്ധപ്പെടുന്നത് ഞങ്ങളെ ഇവിടെ നിന്ന് പുറത്തേക്ക് എത്തിച്ചു തരുക, കാരണം ഇതിനകത്ത് ഒരുപാട് പേരുണ്ട്, അവർ പല സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്, അവരെ ദയവ് ചെയ്തിട്ട് ഒന്ന് സംരക്ഷിക്കൂ, അവർക്കുള്ള യാത്രാ സൗകര്യങ്ങൾ ഒരുക്കി തരണമെന്ന് 25-ാം തീയതി രേഖാമൂലം പോലീസിനും ആരോഗ്യ വകുപ്പിനും കൃത്യമായി എഴുതി കൊടുത്തിട്ടുണ്ട് തബ്ലീഗ് ജമാഅത്തുകാർ. 25-ന് എഴുതി. പോലീസ് പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് നിലവിൽ സാധിക്കില്ല എന്ന് മാത്രമല്ല, അവർക്കുള്ള യാത്രാ സൗകര്യം ഒരുക്കാൻ ഞങ്ങൾക്ക് യാതൊരു തരത്തിലും സാധിക്കുകയില്ല എന്ന് അവർ വിളിച്ചു പറഞ്ഞു. അതും കേട്ടിട്ട് മടങ്ങിപ്പോകേണ്ട ഒരവസ്ഥ മാത്രമാണ് തബ്ലീഗുകാർക്കുണ്ടായിട്ടുള്ളത്. അവരെപ്പോഴാണ് ഇവിടെ കുടുങ്ങിയിട്ടുണ്ട് ആളുകൾ, അവരെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞത്? 25-ാം തീയതി, മാർച്ച് 25-ാം തീയതി. അതേസമയം മാർച്ച് 28-ന് ഉത്തരാഖണ്ഡിലെ തീർത്ഥാടകരെ ആഡംബര ബസ്സിൽ, അവിടെയുള്ള ഗതാഗത മന്ത്രി പോലും അറിയാതെ സുരക്ഷിതമായിട്ട് BJPയുടെ നേതാക്കൾ എവിടെ എത്തിച്ചിട്ടുണ്ട്? ഗുജറാത്തിലേക്ക് മാർച്ച് 29-ന് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ 25-ന് പറഞ്ഞ തബ്ലീഗുകാരെ എത്തിച്ചിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ എന്താണ് സംഭവങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാകും. ഈ തബ്ലീഗുകാരെന്ന് പറയുന്നത് മുസ്ലിം മത
വേഷധാരികളാണ്. അതായത് ജുബ്ബയൊക്കെ ധരിച്ച് തൊപ്പിയും താടിയും വെച്ച് മുസ്ലിങ്ങൾക്കിടയിലെ നിഷ്കളങ്കരാണ് എന്നാണ് അവരെ വിശേഷിപ്പിക്കേണ്ടത്. അത്തരക്കാർ എന്ത് പറഞ്ഞാലും ആരനുസരിക്കാനാണ് അല്ലേ? ആ പാവങ്ങളെ ഇന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുമ്പോൾ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളുടെ അരികിലേക്ക് വന്നവരാണ് അവരെന്ന് നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. അതല്ല എങ്കിൽ ഇതുപോലെയുള്ള, അതായത് 28-ാം തീയതി പോലും നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിയ ആളുകളുടെ കണക്കുകൾ പറയാൻ ഞങ്ങൾ രംഗത്ത് വരും. ഇത് വെറുതെ ഒന്നുമല്ല ഞങ്ങൾ വിളിച്ചു പറയുന്നുള്ളത്. ദൈനിക് ഭാസ്കർ എന്ന ഉത്തരാഖണ്ഡിലെ ഒരു ദിനപത്രം തന്നെ ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അവിടെയുള്ള മുകേഷ് എന്ന റിപ്പോർട്ടറെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് അവർ തയ്യാറാക്കിയിട്ടുള്ളത്. ഇവർ സഞ്ചരിച്ച ആ ബസിന്റെ വിവരങ്ങളടക്കം ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. തെളിവുകൾ ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ആ രേഖകൾ തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനിയെങ്കിലും മനസ്സിലാക്കുക, തബ്ലീഗുകാരെ ചതിച്ചതാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.